ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിനീസ് ടെയിൽസ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എനിക്ക് ഇന്ന് ഹാഫ് ഡേ ഓഫുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ഡ്രസ്സെല്ലാം ബെഡ്ഷീറ്റും എല്ലാം എടുത്തിട്ട് അലക്കാനിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നാൽ പിന്നെ വ്ളോഗ് എടുത്തേക്കാം എന്ന് ഓർത്തത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കോളിഫ്ലവർ കുറച്ച് എടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതങ്ങ് എടുത്തിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് നൈസായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കോളിഫ്ലവർ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കോളിഫ്ലവർ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ ചില സമയത്തൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വായിൽ വെക്കാൻ കൊള്ളാത്ത രീതിയിൽ അലമ്പായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് കുറച്ച് ഒരു ഗോബി മഞ്ചൂരിയൻ്റെ ഒരു സ്റ്റൈൽ പിടിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ സോയാ സോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അത്രയും സംഭവമായിട്ട് വരുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പ്രത്യേകിച്ച് യൂട്യൂബിലൊന്നും നോക്കിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് കഴുകി നമ്മളൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ സവാള, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, ഈ സവാള എല്ലാം ഞാൻ കുറച്ച് വലുതായിട്ടാണ് കേട്ടോ അരിഞ്ഞു കൊടുത്തത്. കാരണം അങ്ങനെയൊക്കെയാണല്ലോ, കുറച്ച് വലുതായിട്ടാണല്ലോ ഈ ഗോബി മഞ്ചൂരിയനും അതിലൊക്കെ അങ്ങനെ കുറച്ച് വലിയ വലിയ പീസസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. ആക്ച്വലി ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. കാരണം ഞാൻ അങ്ങനെ വലിയ റെഫറൻസ് ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു ക്യാപ്സിക്കം തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ക്യാപ്സിക്കം. കാരണം ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചതൊന്നുമല്ല. അതുകൊണ്ട് ഇച്ചിരി ചുക്കിച്ചുളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു ക്യാപ്സിക്കവും കിട്ടിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ക്യാപ്സിക്കമൊക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കവും പിന്നെ സവാള അരിഞ്ഞു, പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഞാൻ കുറച്ച് വലുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നെല്ലാം ഇത്തിരി വലുതായിട്ട് അരിയാം എന്ന് ഓർത്തു. അങ്ങനെ അതും കൂടി അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ ഗൈസ്, ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി കേട്ടോ. കാരണം നോക്കിക്കേ, പച്ച, ചുവപ്പ് എല്ലാ കളറും ഉണ്ട്, റോസ് എല്ലാ കളറും ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് നമ്മുടെ കോളിഫ്ലവർ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കോളിഫ്ലവർ ഇതാക്കാൻ നേരത്ത്, വേവിക്കാൻ നേരത്ത് ഇത്രയും മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരുമാതിരി മഞ്ഞപ്പിത്തം പിടിച്ചതുപോലെ ഉണ്ട്. പക്ഷേ സാരിയില്ല, നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നല്ല ബാക്ടീരിയാസൊക്കെ ചാവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ടാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ അവിടെ ഇരുന്നേച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കോൺഫ്ലോറും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇടാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ നമ്മുടെ എണ്ണയിലോട്ട് ഞാനിതൊന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനെപ്പോൾ കോളിഫ്ലവർ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന ഒരു ടേസ്റ്റ് വരുമല്ലോ. എന്ത് ഫ്രൈ ചെയ്താലും ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ കറിയിലോട്ടും കിട്ടും. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ നമ്മുടെ സവാള ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് ഉപ്പും ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ തക്കാളിയും. വലുതായിട്ട് വേറെ സാധനം ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുത്തു. നോക്കിക്ക് കഴിച്ചത് കാണാൻ നല്ല ഭംഗിയില്ല. എനിക്ക് ഈ കളറൊക്കെ കണ്ടപ്പോഴേ, പണ്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് കളിക്കുമല്ലോ, ഈ നമ്മുടെ പരുത്തിയിലയും ചെമ്പരത്തിപ്പൂവും ഒക്കെ ഇങ്ങനെ പഴയ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കൂലേ കുട്ടികളൊക്കെ വെച്ചിട്ട്. എനിക്ക് ആ ഒരു നൊസ്റ്റു ഒക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട് ഈ സമയത്ത്. പിന്നെ ഞാൻ ഗോബി മഞ്ചൂരിയൻ ആയതുകൊണ്ട് സോസ് ഉണ്ടായിരുന്നു, ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചെടുത്തു കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്താൽ കുറച്ചും കൂടി മോർ ടേസ്റ്റി ആകും. ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടി സോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോന്ന് അത് മിസ്സായിപ്പോയത്, ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് തിളച്ച് വരാൻ നേരത്ത് നമ്മുടെ കോളിഫ്ലവർ ഇട്ടിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കഴിഞ്ഞു.
ഇതായിരുന്നു കേട്ടോ എൻ്റെ ഗോബി മഞ്ചൂരിയൻ. ആക്ച്വലി ഇതിൻ്റെ അകത്ത് സോയാ സോസും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയേനെന്ന് എനിക്ക് പിന്നെ തോന്നി. പക്ഷെ ഓക്കെയാണ്, എന്നെ സംബന്ധിച്ച് ഇതൊക്കെ പൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഇതിന് കൂടെ എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പോൾ അങ്ങനെ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനലി നമ്മുടെ കറി. അപ്പോൾ ഇതാണ് ഞാൻ വെച്ച ചോറ്. റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് തലേ ദിവസത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, അത് പക്ഷേ കുറച്ചേ ഉള്ളൂ, നമുക്ക് 3 പേർക്ക് തികയൂല. അപ്പം അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് റൈസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു ഗൈസ്. അടുത്തത് ക്ലീനിങ് ആണ് ഗൈസ്. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു മാതിരി അലമ്പാണ്. പിന്നെ ഞാൻ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു. എല്ലാം ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം. അങ്ങനത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസും നമ്മുടെ ഗോബി മഞ്ചൂരിയൻ എന്ന് ഞാൻ വിളിക്കുന്ന ആ ഒരു കറിയും പിന്നെ കുറച്ച് കേടും കൂടി എടുത്തിട്ട് ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് മര്യാദക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ വേറൊരാൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെയാണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം അലക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം വിരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കൂടി വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹായ് നല്ല ഭംഗി. ഇതിങ്ങനെ തന്നെ ഒരിക്കലും കിടക്കത്തില്ല, ഇത് ഞാനിപ്പോൾ തന്നെ അലപ്പാക്കും. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു സമാധാനം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷായി ഡ്യൂട്ടിക്ക് പോവുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോസ് എന്തിക്കും വരേക്കും വണക്കം.